നിങ്ങളുടെ സ്നേഹത്തോളം പ്യൂർ ആൻഡ് പ്രഷ്യസ്. ഹൃദയം തൊട്ടറിഞ്ഞുള്ള സർവീസ്. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ 2024-25 സാമ്പത്തിക വർഷത്തെ ബിസിനസ് 1000 കോടി രൂപ കവിഞ്ഞു. ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്തുണ നൽകിയ എല്ലാവരോടും നന്ദി അറിയിച്ച് ബാങ്ക് ഭരണസമിതി. മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് വൻ പ്രവർത്തന മികവ് നേടി. സഹകരണ ബാങ്കുകളിൽ നിന്നും നിക്ഷേപം പിൻവലിക്കുന്ന പ്രവണത തടഞ്ഞു നിർത്താനും 557 കോടി രൂപ നിക്ഷേപം നിലനിർത്താനും ബാങ്കിന് കഴിഞ്ഞു. ബാങ്കിന്റെ വായ്പ 296 കോടി രൂപയാണ്. എടുത്തു പറയത്തക്ക മറ്റൊരു നേട്ടം ഉണ്ടായിരിക്കുന്നത് NPA കാര്യത്തിലാണ്. നോൺ പെർഫോമിംഗ് അസറ്റ് NPA 4.71% കുറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്കിന്റെ ലാഭം മുൻ വർഷത്തേക്കാൾ അധികരിച്ച് 3.26 കോടി രൂപ ലാഭം നേടാനാവുകയും ചെയ്തു. 2024-25 സാമ്പത്തിക വർഷത്തിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഇനത്തിൽ 2.17 കോടി രൂപ അസുഖം, അനാരോഗ്യം, തൊഴിൽ നഷ്ടം, ബിസിനസ് തകർച്ച എന്നീ കാരണങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാധാരണക്കാർക്ക് ഒഴിവാക്കി നൽകിയതും ഏതാണ്ട് 2 കോടിയിലധികം തുക ആദായ നികുതി ഇനത്തിൽ മാറ്റിവെച്ചതിനും ശേഷമാണ് ബാങ്കിന്റെ ലാഭം എന്നത് എടുത്തു പറയത്തക്ക വസ്തുതയാണ്. 11.47 കോടി രൂപ മൂലധനമുള്ള ബാങ്കിന്റെ മൂലധനം പര്യാപ്തത 20.27%. ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബാങ്കിന്റെ സോഫ്റ്റ്വെയർ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും പുതിയ കമ്പ്യൂട്ടറുകൾ ഹെഡ് ഓഫീസിലും ബ്രാഞ്ചുകളിലും സ്ഥാപിക്കുകയും പുതിയ ATMകൾ സ്ഥാപിക്കുന്നതിന് പണം ചിലവഴിച്ചത് കഴിച്ചാണ് ബാങ്കിന്റെ ലാഭം എന്നത് എടുത്തു പറയേണ്ടതാണ്. NPA നിലവാരം 5%-ൽ താഴെയായി എന്നത് വലിയ നേട്ടമാണ്. പ്രവർത്തന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുള്ള സൂപ്പർവൈസറി ആക്ഷൻ ഫ്രെയിംവർക്ക് നിബന്ധനയിൽ നിന്നും മാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ വായ്പയുടെ കാര്യത്തിൽ 30% വർധനവും നിക്ഷേപത്തിന്റെ കാര്യത്തിൽ 28% വർധനവും ലക്ഷ്യമിടുന്നു. 2025-26 700 കോടി രൂപ നിക്ഷേപമായി സ്വീകരിക്കുന്നതിനും 359.59 കോടി രൂപ വായ്പയായി അനുവദിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ബാങ്ക് കർമ്മ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ വളർച്ചയ്ക്ക് പിന്തുണ നൽകിയ എല്ലാവരോടും ബാങ്കിന്റെ പേരിൽ ചെയർമാൻ ശ്രീ യു രാജഗോപാലും ഭരണസമിതി അംഗങ്ങളും മാനേജിംഗ് ഡയറക്ടറും കൃതജ്ഞത അറിയിച്ചു. 1000 കോടിക്ക് മേൽ ബിസിനസ് നടത്തിയ സ്ഥാപനമായി ഒറ്റപ്പാലം അർബൻ ബാങ്ക് മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ 557 കോടിയുടെ സ്ഥിര നിക്ഷേപം ഇപ്പോൾ ബാങ്കിനുണ്ട്. 296 കോടി രൂപയാണ് വായ്പ നൽകിയിട്ടുള്ളത്. മറ്റൊന്ന്, ബാങ്കിൻ്റെ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിച്ചിരുന്ന ഒന്ന് റിസർവ് ബാങ്കിൻ്റെ ലൈസൻസിൽ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണമായിരുന്നു സാഫ്. സൂപ്പർവിഷറി ആക്ഷൻ ഫ്രെയിം എന്നാണ് സാഫ്. അതായത് കിട്ടാക്കടം കൂടുന്നതിൻ്റെ ഭാഗമായി അത് പിരിച്ചെടുക്കുന്നതിൽ പരാജയപ്പെടുന്ന ബാങ്കുകളുടെ മേൽ റിസർവ് ബാങ്ക് ഏർപ്പെടുത്തുന്ന നിയന്ത്രണമാണ് സാഫ്. ആ സാഫിനെ മറികടക്കാൻ, ആ സാഫിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നു എന്നത് മറ്റൊരു വലിയ നേട്ടമാണ്. 4.71% ഇപ്പോൾ ഒറ്റപ്പാലം അർബൻ ബാങ്കിൻ്റെ NPA എന്ന് പറയുന്നത്. ഇതിൽ 3.26 രൂപയുടെ ലാഭം ബാങ്കിൻ്റെ എല്ലാ ചെലവും കഴിഞ്ഞ് സാധ്യമായിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല.